ഹായ് മക്കളെ, അനഗുൻസാണ്. മക്കളെ, നമ്മൾ ഈ ഒരു അക്കാദമി ഇയറിൽ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ് ഒക്കെ സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളും അതിനോടൊപ്പം ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ടോട്ടലി 20 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് മിസ് ഇന്ന് തരാൻ പോകുന്നത്. എപ്പോഴും ഏതൊരു പേപ്പേഴ്സ് ആയാലും അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫസ്റ്റ് ചാപ്റ്ററിന് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ 20ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് എത്തുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് നോക്കിയാലോ, കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കണം അല്ലേ. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്തിനാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ രാജ്യത്ത് എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത്, ആരായിരിക്കും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിട്ടുണ്ടാവുക, എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്, നമ്മുടെ രാജ്യത്ത് മാത്രമാണോ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടോ, അതെങ്ങനെയായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയ ആളുകൾ ആരൊക്കെയാണ്, അവരെപ്പോഴാണ് തയ്യാറാക്കിയത്, അതിലെത്ര മെമ്പേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലല്ല, ഏഷ്യയിലല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്, നമ്മളെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതെ, ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. കടമെടുക്കുന്നൊന്നും പ്രശ്നമല്ലല്ലേ, നമുക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ സ്വീകരിക്കില്ലേ. അതേപോലെ തന്നെ ഇന്ത്യക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന വഴികളും, അതേപോലെ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതും, ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയതും, എങ്ങനെയാണ് തയ്യാറാക്കിയതെന്നും, അതേപോലെ എവിടെ നിന്നാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളതും, ഇതൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. നേരത്തെ മിസ് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ നെക്സ്റ്റ് ചാപ്റ്ററുകളിലേക്കൊക്കെ ഉള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തറവായിട്ട് പഠിച്ചാൽ മാത്രമേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി എല്ലാവരും റെഡിയല്ല.